ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കുന്ന വീഡിയോ നമുക്ക് ഒരു വീടിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എങ്ങനെ സീലിംഗ് വർക്ക് ചെയ്തതിന് ശേഷം അതിനിഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വരുന്ന ഏരിയകളിലാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അതായത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് ഏരിയ, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഏരിയകളിൽ അതെല്ലാം തന്നെ, പിന്നെ പർഹോള സിസ്റ്റം പിന്നെ അതുപോലെ സ്ട്രക്ചറൽ വർക്ക് ഇതെല്ലാമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ ഫ്രെയിമിൽ തന്നെ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ഒറ്റ ഫ്രെയിമിൽ തന്നെ സ്ട്രക്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ 6 വാട്ട്, അതുപോലെ തന്നെ വാം വൈറ്റ്സുകളും അതുപോലെ തന്നെ വൈറ്റും കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസിൻ്റെ വർക്കുകളുണ്ട്. അതായത് നമുക്ക് ഒറ്റയടിക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. LED സ്ട്രിപ്പ് കൊടുക്കാനുള്ള ഏരിയകളുണ്ട്. അതുപോലെ തന്നെ 6 വാട്ടിൻ്റെ ബൾബുകൾ, 6 വാട്ടിൻ്റെയാണ്. സൈഡുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ 6 വാട്ടിൻ്റെ വൈറ്റ് ലൈറ്റുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡുകളിൽ, അതായത് സെൻറ്ററിൽ വരുന്ന ഏരിയകളിലെല്ലാം തന്നെ 3 വാട്ടിൻ്റെ വരുന്നുണ്ട്. വാൾ ലൈറ്റിൽ വരുന്നതെല്ലാം തന്നെ വാം വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വാം വൈറ്റ് ആകുമ്പോൾ അത്യാവശ്യം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുത്ത് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ ഏരിയ ഫ്രൂട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫുഡ് ലൈറ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കയറി വരുന്ന സ്ഥലത്തും മെയിനായിട്ട് വരുന്ന ഏരിയകളിലുമാണ്. പിന്നെ ജനലുകളുടെയൊക്കെ, അതായത് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ സാധിക്കും, ജനലുകളെല്ലാം തന്നെ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഒരു പ്രത്യേക ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻറ്റീരിയറിൽ പ്രത്യേക ലുക്ക് ഫീൽ ചെയ്യാനായിട്ട് ജനലുകൾക്ക് വൈറ്റ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ജനൽ, അതിൻ്റെ അഴികൾ എല്ലാം തന്നെ വരുന്ന വൈറ്റ് വരുന്ന പ്രത്യേക ലുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒറ്റ ഹാള് രണ്ടായിട്ട് തിരിച്ചതിന് ശേഷം 2 ഫാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ടിവിയുടെ ഏരിയ കൊടുത്തിരിക്കുന്നത്. ടിവിയുടെ ഏരിയ, LED ടിവിയുടെ ഏരിയ കൊടുത്തിരിക്കുന്നത് അവിടെയാണ് വരുന്നത്. പിന്നെ ഒറ്റ സ്ട്രക്ചറൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ഒറ്റ സ്ട്രക്ചറൽ വർക്ക് ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ്, അതായത് ജനലിൻ്റെ അഴികളും അതുപോലെ തന്നെ ജനലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. വൈറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ വീടിൻ്റേതായ ലുക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ഇതിപ്പോൾ റൂമിൻ്റെ ഏരിയയിൽ വരുന്നതാണ്. റൂമിൻ്റെ ഏരിയയിൽ കബോർഡ് സിസ്റ്റം വരുന്നുണ്ട്. അതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്ത് വരുന്ന ജനലുകൾ നോക്കിയാൽ തന്നെ നമുക്ക് പ്രത്യേകം വൈറ്റ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ലുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ കബോർഡ് വർക്കും ഒരു പ്രത്യേക വെറൈറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളറും വൈറ്റും നല്ല മാച്ചിങ് ആണ്. അതുപോലെ തന്നെ പിന്നെ മരത്തിൻ്റെ ഇതെല്ലാം തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. കാരണം മരമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാം മൾട്ടിവുഡ് തന്നെയാണ്. മൾട്ടിവുഡിൽ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്തെടുത്തതാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഡിസൈനിങ് രീതിയിലുള്ള ഫാനുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡിസൈനിങ് കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.